എൻ്റെ പേര് സന്തോഷ്, വൈഫ് ദീപ്തി, മോൻ ആരവ്, മോള് ആദ്യ. ഞാൻ 2023 ഏപ്രിൽ 9 വീട്ടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. അതിന് മുമ്പായിട്ട് നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. കാര്യം ഒരു ഇൻറ്റീരിയർ ചെയ്യണം എന്നുള്ളത് ആണ്. ഞാൻ ഡബിൾസിലെ മകേഷുമായിട്ട് ബന്ധപ്പെടുന്നത്. ആളുടെ നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളുടെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ വൈഫുമായിട്ട് നമ്മൾ ആലോചിച്ച് എന്ത് പറയുന്നു, അതുപോലെ മകേഷ് ചെയ്തു തന്നു. അത് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ അതാണ് എനിക്ക് തന്നേക്കുന്നത്. കൂടെ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരും നമ്മൾ പറയുന്ന പോലെ എല്ലാം ചെയ്തു തന്നു. നമ്മൾ വീടിൻ്റെ അകത്തെ ഡിസൈനിങ്ങിന് വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴേ വളരെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടു. ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഇമേജസൊക്കെ കണ്ടു. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ, അതായത് നമുക്ക് ബഡ്ജറ്റിനായാലും, അതാണ് ഏറ്റവും പ്രധാനം, ബഡ്ജറ്റ് ആയാലും നമുക്ക് വിചാരിച്ച പോലെ ഇത് ചെയ്തെടുക്കാൻ നമ്മളെ വീടിനകത്ത് പറ്റുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ആഡ്സൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരെ കോൺടാക്ട് ചെയ്ത് നോക്കി. കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അത്രയും ഒരു തൃപ്തികരമായ രീതിയിലല്ലായിരുന്നു അവരത്. അങ്ങനെ ഡബിൾസിനെ അങ്ങനെയാണ് മഹേഷിനെ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ഐഡിയാസ് പറഞ്ഞോ അത് നമ്മൾക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ ആളത് നമുക്കത് യാഥാർത്ഥ്യമാക്കി തന്നു. അപ്പോൾ വളരെ സന്തോഷം. പാലാച്ചിനായാലും അതിനുശേഷമായാലും വരുന്നവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത്രയും ഐഡിയാസ് എവിടെ നിന്നാണ് കിട്ടിയത്, നിങ്ങളിത് എങ്ങനെ മിക്സ് ചെയ്തെടുത്തത് എന്നൊക്കെ എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡബിൾസ് മഹേഷിൻ്റെ കാര്യം. കാരണം നമ്മൾ പറയുന്ന അതേ സമയത്ത് തന്നെ ആൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നു. മറ്റുള്ള വർക്കേഴ്സ്, ഇലക്ട്രീഷ്യന്മാരുണ്ട്, പ്ലംബിംഗ് ഉണ്ട്, ഇതെല്ലാം ഇവരെയും കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ കോൺട്രാക്ടേഴ്സാണ്. അപ്പോൾ അതെല്ലാം അനുസരിച്ച് തന്നെ ആൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നു. അപ്പോൾ വളരെ സന്തോഷമാണ്. ഇതിനകത്തും നല്ല ഭംഗിയാണ്. വരുന്നവരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടേ പോകാറുള്ളൂ. നമ്മുടെ ഒരു ഡ്രീമാണ് നല്ലൊരു വീട് വയ്ക്കുക എന്നുള്ളതും. അപ്പോൾ നമ്മുടെ ഹോമിലേക്ക് വേണ്ടിയുള്ള ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ കാര്യത്തിനായിട്ട് മഹേഷിൻ്റെ അടുത്തും ദീപുവിൻ്റെ അടുത്തുമായിട്ട് നമുക്കൊരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മനസ്സിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയാസ് അവർക്ക് മനസ്സിലായിട്ട് അവരതൊരു ലേ ഔട്ട് ആദ്യം കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നല്ല തൃപ്തരായി. അങ്ങനെയാണ് നമ്മൾ വർക്കിലോട്ട് എത്തുന്നത്. നമ്മൾ ആ ലേ ഔട്ടിൽ കാണിച്ച പോലെ തന്നെയായിരുന്നു അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നതും. അങ്ങനെ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് വീട്ടിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ വളരെ സന്തോഷം. ഡബിൾസുമായിട്ടുള്ള അവരൊരു ക്രിയേറ്റിവിറ്റിയും നല്ലപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. ഇതിൽ എനിക്കിപ്പം ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്ന് പറയുമ്പോൾ നമ്മളെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ എന്താ പറയുക മനസ്സിന് സുഖമുണ്ടല്ലോ എന്ന് പറയുന്നത് ലിവിങ് ഏരിയയാണ്. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കിച്ചണിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ സെറ്റപ്പാണ്. അപ്പോൾ അത് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഐഡിയാസ് പറഞ്ഞപ്പോഴത്തേക്കും മഹേഷ് അതേപോലെ തന്നെ കൺവേർട്ട് ചെയ്ത് തന്നു. നമ്മൾ ഐഡിയാസിനെ കൺവേർട്ട് ചെയ്ത് നമ്മളെ ഫ്രണ്ടിൽ കാണിച്ചു തന്നു. ഡൈനിങ് ഏരിയ കിച്ചണിനകത്ത് ക്രിയേറ്റ് ചെയ്തതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിട്ട് തോന്നിയത്. നമ്മൾ ബിസി ആയിട്ടുള്ള പ്രാക്ടിക്കൽ നമ്മളെ ലൈഫിനിടയിൽ വളരെ നല്ല രീതിക്ക് വീടിനകത്തുള്ള സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് രീതിയിൽ തന്നെയാണ് വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചണിൽ വരുന്ന ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും ആയിട്ടുള്ള സെപ്പറേഷനിടയിലാണ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്ത് തന്നിരിക്കുന്നത്. അത് അവിടെ എങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് ഡബിൾസിലെ മഹേഷ് തന്നെയാണ് പറഞ്ഞത് നമുക്ക് അതിനകത്തുള്ള സ്പേസ് അവിടെ ഉണ്ട്, അത് സ്പേസ് വെച്ച് നമുക്കത് ചെയ്ത് തരാമെന്നുള്ളതും. അപ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഡൈനിങ് ഏരിയ ആയിട്ട് കിച്ചണകത്ത് ഡൈനിങ് സെപ്പറേഷൻ ഏരിയ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ല കംഫർട്ടായ രീതിയിൽ എവിടെയും തട്ടാത്ത രീതിയിലൊക്കെ വച്ചിരുന്നത്. അപ്പോൾ അതിന് ഡബിൾസിനോട് പ്രത്യേകം ഒരു നന്ദി പറയുന്നുണ്ട്. താങ്ക്സ് ടു ഡബിൾസ് ഫോർ ക്രിയേറ്റിംഗ് അവർ ഡ്രീം എ റിയൽ ട്രൂത്ത്.